ചേട്ടാ ഓ കണ്ടല്ല 6 ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെയാ കടല്. വീടുകളെല്ലാം നശിക്കും. എല്ലാവരുടെയും വീടുകളാണേലും ബാത്റൂമുകളാണെങ്കിലും ശുചിമുറികളൊന്നും നമുക്ക് ഇതാകാൻ പറ്റുന്നില്ല. സർക്കാർ ഒരു സുരക്ഷിതത്വം കണ്ടെത്തി തന്നില്ല എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സർക്കാർ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് സർക്കാർ? ഇപ്പൊ എന്റെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. പാനൂർ എന്ന് പറയും. അധികാരികൾ തീർച്ചയായിട്ടും കണ്ണു തുറക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ വീടുകളുടെയൊക്കെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന ഒരു വീടാണ്, അതിന്റെ ഒരു പോർഷൻ മൊത്തവും കടലാക്രമണത്തിൽ നശിച്ചതിന്റെ ഒരു കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പോലും റിസ്കിലാണ്. ഇത് കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെയേറെ സങ്കടത്തോടെയാണ്, ഇവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഉള്ള വീടുകളെല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. മിക്കവാറും വീടുകൾ മിക്കവാറും ആൾക്കാരൊക്കെ ക്യാമ്പിലാണ്. ദേ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു വേൾഡ് വിഷന്റെ പഴയ ഒരു സെന്ററാണ്. അത് തകർന്ന ഒരു അവസ്ഥയാണ്. എല്ലാത്തിനും പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കത്തില്ല. വോട്ടാകുമ്പോൾ വരും, അവർ കിടന്ന് കാണിക്കും, അവരങ്ങ് പോകും. അല്ലാതെ ഇത് പോയല്ല എന്താണെന്ന് പോലെ അവർ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് രാത്രിയിൽ ഇവിടെ കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിശക്തമായിട്ടുള്ള തിരമാലയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. എങ്ങോട്ടും പോകാൻ പോലെ അമ്മയുടെ വീടിന്റെ ഈ ബാക്ക് വശത്തെ ഇത് മൊത്തവും കടൽ കൊണ്ടുപോയിട്ടുണ്ട്. കടൽ അത്രയും വിഷമകരമാകുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക.